5 വർഷം വാറണ്ടിയുള്ള ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒരു 1 kVA ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറാണ് കാണുന്നത്. ഗാമ പ്ലസ് ലിഥിയം 1200 എന്നുള്ളതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഇതിൽ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത് 1.2 kWh ആണ്. അതായത് 1.2 യൂണിറ്റ് ഇതിൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് 1 യൂണിറ്റ് വരെ എക്സ്ട്രാക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ബാറ്ററി ബാങ്ക് വരുന്നത് 25.4 ആണ്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് 5 വർഷം ഇൻവെർട്ടറിനും ബാറ്ററിക്കും വാറണ്ടി ഉണ്ട് എന്നുള്ളതാണ്. ഇത് വാൾ മൗണ്ട് മോഡലാണ്. കൺവെൻഷണൽ ആയിട്ടുള്ള ലെഡ് ആസിഡ് ബാറ്ററികളെ പോലെ വെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മെയിൻ്റനൻസുകളൊന്നും ആവശ്യമില്ല. ഫിറ്റ് ആൻഡ് ഫോർഗറ്റ് സിസ്റ്റമാണ്. അൺപാക്ക് ചെയ്യുവാണ്. ഇവിടെ നമുക്ക് 60 മാസം വാറണ്ടിയുള്ളൊരു വാറണ്ടി കാർഡ് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫാസ്റ്റനർ നമുക്ക് ഭിത്തിയിലേക്ക് വോൾട്ട് ചെയ്യാനുള്ള ഫാസ്റ്റനർ സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. സിലിക്ക ജെല്ല്, അതുപോലെ ഒരു സ്പെയർ 2 ഫ്യൂസ് സെറ്റുകളും കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. വാൾ മൗണ്ട് സിസ്റ്റമാണ്. ഏകദേശം ഒരു 2 അടിയോളം ഉയരം വരുന്നുണ്ട്. 60 സെൻറ്റിമീറ്ററോളാണ് ഹൈറ്റ് വരുന്നത്. ഇതിൻ്റെ തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 8 ഇഞ്ചോളമാണ് മുന്നോട്ട് പ്രൊജക്ഷൻ വരുന്നത്. മുകളിൽ 2 കൂളിംഗ് ഫാനുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി വീതി നോക്കുകയാണെന്നെങ്കിൽ 1.25 അടിയോളം വീതി വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഒതുങ്ങിയ സ്ഥലങ്ങളിൽ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. നല്ല ഫ്രീയറുള്ള സ്ഥലം വേണം. കാരണം ലിഥിയം ബാറ്ററി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൂളിംഗ് വേണ്ട ഒരു സിസ്റ്റമാണ്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാറ്റ ഷീറ്റ് നെയിം പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ മോഡൽ നമ്പർ, ബാറ്ററിയുടെ വോൾട്ടേജ്. ഇത് ശരിക്കും 25.6 വോൾട്ട്, അതായത് നോർമലി നമ്മൾ പറയുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ 2 ബാറ്ററി സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണ്. സിസ്റ്റം 25.6 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. നമുക്ക് 1 kV ആണ് ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിൽ 106 വോൾട്ട് വരെ VOC സപ്പോർട്ട് ചെയ്യും. അതായത് സോളാർ പാനൽസ് 2 വരെ സീരീസ് ചെയ്ത് കണക്ട് ചെയ്യാം. ഇതിൻ്റെ AC ഇൻപുട്ട് കൊടുക്കാനായിട്ടൊരു പവർ കോഡ് കൊടുത്തിട്ടുണ്ട്. 6 ആംപിയറിൻ്റെ സോക്കറ്റാണ് വരുന്നത്. ലൈറ്റ് ലോഡ് പർപ്പസുകൾ കരുതിയിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. അതുപോലെ തന്നെ എർത്ത് കൊടുക്കാനായിട്ടുള്ള ഒരു നട്ട് ബോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു DC MCB 40 ആംപിയറിൻ്റെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓൺ ആക്കുന്നതിലൂടെയാണ് ഇൻവെർട്ടറും ബാറ്ററിയും തമ്മിൽ കണക്ഷൻ ആവുകയും സിസ്റ്റം ഓൺ ആവുകയും ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കംപ്ലൈൻറ്റുകളുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള QR കോഡ്, അതുപോലെ തന്നെ ഇതിൻ്റെ എറർ കോഡുകളൊക്കെ കാണിക്കുന്നുണ്ട്. കൂടാതെ സെറ്റിങ്സുകൾ എങ്ങനെ മാറ്റാം, നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള PCU ഹൈബ്രിഡ് സ്മാർട്ട് മോഡുകൾ എങ്ങനെ ചൂസ് ചെയ്യാം എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. LCD ബാക്ക് ലൈറ്റിൻ്റെ മീനിങ്ങുകളും കളർ അനുസരിച്ച് മനസ്സിലാക്കാനായിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ സൈഡിൽ തന്നെ വിവരിക്കുന്നുണ്ട്. സിസ്റ്റത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള ടെർമിനൽ ബ്ലോക്ക് കൊടുത്തിരിക്കുന്നത്. പോസിറ്റീവ്, നെഗറ്റീവ്, റിവേഴ്സ് പൊളാരിറ്റി സെൻസറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് ഒരു 6 ആംപിയർ സോക്കറ്റ് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. സൈഡിലെല്ലാം കൂളിംഗ് വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ 2 കൂളിംഗ് ഫാനുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആണ്. ഇൻവെർട്ടർ ജസ്റ്റ് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഇതിൻ്റെ സൈഡിലുള്ള DC MCB ഓണാക്കുന്നതിലൂടെ ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേ ഓണായി വരുന്നതാണ്. ഒരു ബീപ്പ് സൗണ്ടോടുകൂടി ഇൻവെർട്ടർ ഡിസ്പ്ലേ ഓണായി വരുന്നതാണ്. ഇവിടെ നിലവിൽ നമ്മൾ KCB സപ്ലൈ കൊടുത്തിട്ടില്ല, സോളാർ പാനലും കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാം 00 ആയിരിക്കും കാണിക്കുന്നത്. ഇനി ഇൻവെർട്ടർ ജസ്റ്റ് ഓൺ ചെയ്യണമെങ്കിൽ ഈ പവർ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഓൺ മോഡിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്, അതുപോലെ തന്നെ ഏത് മോഡിലാണെന്നൊക്കെ കൃത്യമായിട്ട് കാണുന്നതാണ്. നിലവിൽ നമ്മൾ ഒന്നിലും സോഴ്സുകളൊന്നും കണക്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഡീഫോൾട്ടായിട്ടുള്ള ആ ഒരു വാല്യൂസ് മാത്രമാണ് കാണിക്കുന്നത്. ഇത് അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഗാമ പ്ലസുകളൊക്കെ കാണുന്ന അതേ സെയിം ഡിസ്പ്ലേ പാറ്റേൺ തന്നെയാണ്. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെർട്ടർ വീണ്ടും ഓഫ് പൊസിഷനിലോട്ട് പോകുന്നതാണ്. എന്നാൽ ഈ സമയത്ത് ഔട്ട്പുട്ട് ഉണ്ടായിരിക്കത്തില്ല. വീണ്ടും നമ്മൾ സൈഡിലെ DC MCB ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പതിയെ ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേ ഓഫായി പോകുന്നതായിട്ട് കാണാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇൻവെർട്ടർ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഒരു സംവിധാനം. സൈഡിലുള്ള DC MCB ഒരു 500 വാട്ട്സ് വരെ വരുന്ന ലൈറ്റ് ലോഡുകളെല്ലാം തന്നെ നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഇതിലെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി പ്രത്യേകിച്ച് 25.6 ബാറ്ററി പാക്ക് ആണെങ്കിൽ നല്ല എഫിഷ്യൻസി കിട്ടും. അതായത് അത്യാവശ്യം ഒരു 200 വാട്ട്സ് ലോഡിൽ പോലും നമുക്ക് ഒരു 5-6 മണിക്കൂറൊക്കെ ബാക്കപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി ഇൻബിൽട്ട് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് ഫ്രീ ആണ്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ബാറ്ററിയും ഇൻവെർട്ടറും എല്ലാം തന്നെ ഈ ഒരൊറ്റ യൂണിറ്റാണ് വരുന്നത്. ഇതിനുള്ളിൽ തന്നെയാണ് ലിഥിയം ബാറ്ററി പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സാധാരണ ഇൻവെർട്ടറായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. സോളാർ പാനൽ ഇപ്പോൾ നിലവിൽ കണക്ട് ചെയ്യുന്നില്ല, പയ്യെ അല്ലെങ്കിൽ സാധാരണത്തിലേ ഉള്ളൂ എങ്കിലും നമുക്ക് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കപ്പ് KCBയിൽ നിന്ന് കറണ്ട് എടുത്ത് ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ട് സാധാരണ ഇൻവെർട്ടറിന് വരെ ഉപയോഗിക്കാം. ഇത് വാൾ മൗണ്ട് ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒതുക്കി നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ബാറ്ററി വെള്ളം മാറുന്നതിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ ഇഷ്യൂസോ, ബാറ്ററി നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കേടായി പോകുമെന്ന് പേടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. നമുക്കൊരു ഫിറ്റ് ആൻഡ് ഫോർഗറ്റ് എന്ന് തന്നെ വേണേൽ വിളിക്കാം. അത്തരത്തിലുള്ള സിസ്റ്റമാണ് ഇത്. വളരെ കോമ്പാക്റ്റാണ്, സൈസ് വളരെ ചെറുതാണ്. നമുക്ക് ഒരു ഭിത്തിയിലൊക്കെ ചേർത്ത് ബോൾട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വലിയൊരു തടസ്സം നമുക്ക് ഈ സിസ്റ്റം വഴി ഉണ്ടാകുന്നില്ല. മുൻപ് ഗാമ പ്ലസിൻ്റെ വീഡിയോകളിലൂടെ വിവരിച്ചിട്ടുള്ള പോലെ തന്നെ ഡിസ്പ്ലേയിൽ കാണുന്ന പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ നമുക്ക്
ഡീറ്റെയിൽസ് വിവരിക്കുന്ന തരത്തിലുള്ളതാണ്. ഇതിൻ്റെ ബാക്ക് ബട്ടൺ ഒരു 15 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുന്നതിലൂടെ 3 മോഡുകൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരും. നിലവിൽ നമ്മൾ PCU എന്ന് പറയുന്ന ഏറ്റവും സേവിങ്സ് കിട്ടുന്ന മോഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഫുൾ ടൈം പവർ സപ്ലൈ മാത്രമാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് മോഡ് ഉപയോഗിക്കാം. പകൽ സമയത്ത് മാത്രം സോളാർ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ സ്മാർട്ട് മോഡ് ഉപയോഗിക്കാം. PCU മോഡാകുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ സേവിങ്സ് ബാറ്ററിയുടെ 50% വരെ ഡിസ്ചാർജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെറ്റിങ്സ് ആണ് ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ സേവിങ്സ് തരികയും അത്യാവശ്യം ചാർജിങ് ഡിസ്ചാർജിങ് പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യുന്ന ഒരു മോഡാണ് PCU മോഡ്. ഇവിടെ നമുക്ക് ഗ്രിഡ് ചാർജിങ് നിലവിൽ ഇനേബിൾഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഗ്രിഡ് ചാർജിങ് നമുക്ക് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്ത് വെക്കാം. ഇതൊരു 3 ടൈം അടുപ്പിച്ച് ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ ചെയ്യാൻ പറ്റും. ആ സമയത്ത് LED ഓഫ് ആവുന്നതാണ്. നിലവിൽ IT മോഡും അങ്ങനെ തന്നെയാണ്. നമുക്ക് UPS മോഡ് ഓൺ ഓഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഗ്രിഡ് ചാർജിങ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ KSB സപ്ലൈ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുവാണ്. ആ സമയത്ത് കൂളിംഗ് ഫാനുകൾ രണ്ടും ഓൺ ആയിട്ടുള്ളതായിട്ട് കാണാം. ബാറ്ററി ചാർജിങ് നടക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു നമ്മൾ മൊബൈലിൻ്റെയൊക്കെ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററി ഇങ്ങനെ മുകളിലേക്ക് കട്ടകൾ ഉയരുന്ന പോലെ നമുക്ക് കാണാം. ഇവിടെ ബാറ്ററി ചാർജ് ചെയ്യുന്ന വോൾട്ട് അതുപോലെ തന്നെ ആംബിയറൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. മെയിൻസ് 220 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 27.4 ആയിട്ടുണ്ട് ബാറ്ററി. 15 ആംബിയറിൽ ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലെ ലൈറ്റ് ലോഡുകളെല്ലാം തന്നെ നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അതായത് ഒരു 4 ബെഡ്റൂം വരെയുള്ള വീടുകളിൽ ലൈറ്റുകൾ, ഫാനുകൾ, ഇവിടെ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന BLDC ഫാനുകളോ LED ലൈറ്റുകളൊക്കെയാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് ആണെങ്കിലും സാധാരണ ഇൻവെർട്ടറുകളിലൊക്കെ 16 ആംബിയർ സോക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇവിടെ 6 ആംബിയർ സോക്കറ്റാണ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മൾ വൺസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ് ആൻഡ് ഫോർഗെറ്റ് സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സിസ്റ്റം വളരെ അനുയോജ്യമാണ്. ഇവിടെ ഇൻവെർട്ടർ കപ്പാസിറ്റി വരുന്ന 1 kVA ആണ്. അതുപോലെ തന്നെ ബാറ്ററി ബാങ്കിൻ്റെ കപ്പാസിറ്റി 1.2 kWh ആണ് വരുന്നത്. 25.6 ബാറ്ററി ബാങ്ക്, 50Ah ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 12 വോൾട്ടിൻ്റെ 100Ah ലിഥിയം ബാറ്ററി. ഇതിൻ്റെ ഒരു എഫക്റ്റീവ് കപ്പാസിറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കമ്പാരിസൺ പറയുകയാണെങ്കിൽ 150Ah ഒരു ലെഡ് ആസിഡ് ബാറ്ററിയുടെ അതേ കപ്പാസിറ്റി നമുക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി ബാക്കപ്പിൽ 200 വാട്ട്സിൻ്റെ ഒരു ഫിലമെൻറ്റ് പഴയ ഇൻകാൻഡസൻറ്റ് ബൾബ് ബാക്കപ്പിൽ കണക്ട് ചെയ്ത് നോക്കുവാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം മെയിൻസ് 0 വോൾട്ടാണ് കാണിക്കുന്നത്. അതുപോലെ മെയിൻസ് ആബ്സെൻറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് 19% ഏകദേശം 20% ലോഡ്, അതായത് 200 വാട്ട്സ് ആണ് 20% ലോഡ് കാണിക്കുന്നത്. 1000 വാട്ട്സ് വരെ ഏകദേശം ലോഡ് ചെയ്യാം എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. 200 വാട്ട്സിൻ്റെ ബൾബിന് 19% ലോഡ് കാണിക്കുന്നത്. ബാറ്ററി വോൾട്ട് നോക്കിക്കഴിഞ്ഞാൽ 26.4, 26.4, അധികം ഡൗൺ ആയിട്ടില്ല. ബാറ്ററി ഓൾമോസ്റ്റ് ഫുള്ളാണ്. നമുക്ക് ലിഥിയം ബാറ്ററിയിലേക്ക് വരുന്നൊരു അഡ്വാൻറ്റേജ് ഇതാണ്. നമ്മളിപ്പോൾ ഒരു 150Ah ലെഡ് ആസിഡ് ബാറ്ററിയിലേക്കാണ് 200 വാട്ട്സിൻ്റെ ബൾബ് ബാക്കപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാറ്ററി വോൾട്ട് ഒരു 11 പോയിൻറ്റ് സംതിങ്, അല്ലെങ്കിൽ ഒരു 2 ബാറ്ററി സിസ്റ്റം ആണെങ്കിൽ 100Ah 2 ബാറ്ററി സിസ്റ്റം ഒക്കെ ആണെങ്കിൽ ഇതിലും താഴത്തേക്ക് പോരാൻ സാധ്യതയുണ്ട്. ബാറ്ററിയുടെ പവർ ഡെൻസിറ്റി നല്ല കൂടുതലാണ്. അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് കുറച്ചുകൂടെ കൂടുതലാണ്, സ്റ്റേബിളാണ്. ഈ സിസ്റ്റത്തിൻ്റെ കൂടുതൽ വിശദവിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വിശദമായ ഇൻസ്റ്റലേഷൻ വീഡിയോയും പാനൽ സപ്പോർട്ടോടുകൂടിയുള്ള ഇതിൻ്റെ ഒരു പ്രവർത്തനമൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് JK Solar Solutions എന്നുള്ള ചാനൽ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക. ഇതുപോലെ ഒട്ടനവധി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോളാറുമായിട്ട് ബന്ധപ്പെട്ട നിരവധി വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.